ഹലോ ഗൈസ്, സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇൻഫോനെ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത വിന്റർ ഇൻവിറ്റേഷണൽ ഇവന്റിന്റെ ഡേ 2 മത്സരങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കാർണിവൽ ഗെയിമിംഗ്, അതായത് ടീം ഹെക്ടർ ആണ് ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഡേ 2 അവസാനിച്ചപ്പോൾ 47 പോയിന്റോട്. സെക്കൻഡ് ടീം സോള് നിൽക്കുന്നുണ്ട് 35 പോയിന്റോട്. തേർഡ് ഒറാങ്കുട്ട നിൽക്കുന്നുണ്ട് 34 പോയിന്റോട്. നാലാം സ്ഥാനത്ത് നമ്മളെ മല്ലു ഓർഗയുള്ള നോണക്സ് നിൽക്കുന്നുണ്ട് 30 പോയിന്റോട്. ആറാം സ്ഥാനത്ത് ഗോൾഡിൽ നിൽക്കുന്നുണ്ട് 27 പോയിന്റോട്ട്. ഈ ഒരു ഇവന്റിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ് വരുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും ചാമ്പ്യന്മാർ എന്നുള്ളത്. സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് നമുക്ക് ഈ ഒരു മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ BGMA ക്രിസ്മസ് ഫേസ് ഓഫിന്റെ ഡേ 2 അല്ലെങ്കിൽ ഇന്നലെ ഇവന്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളി ഒരു ഫൺ ഇവന്റ് ആയിരുന്നു. ക്രിയേറ്റേഴ്സിനെയും സ്പോർട്സ് പ്ലേയേഴ്സിനെയും വെച്ചിട്ട് വാവ് മോഡ്, പ്ലേ ലോഡ്, 1v1 ഫൈറ്റുകൾ, ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു ഇവന്റ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇവന്റിൽ ടീം ജോനതൻ ചാമ്പ്യൻ ആയിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപയാണ് ടീം ജോനതൻ സ്വന്തമാക്കിയുള്ള. SMR സെക്കൻഡ് എത്തി 1.5 ലക്ഷം രൂപ സ്വന്തമാക്കി. ലോൾസും റാളക്കോണും 1 ലക്ഷം രൂപയും റെഗൽട്ടോസ് 40,000 രൂപയാണ് സ്വന്തമാക്കിയുള്ള. ഫുള്ളി ഒരു ഫൺ ഇവന്റ് തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് നമ്മളെ ഒഫീഷ്യൽ ഇവന്റുകളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ജനുവരി 3 തന്നെ BGSന്റെ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസ് ആണ്. PC ഗെയിമിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജിന്റെ ഡേ 4 മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ടീം സ്കൗട്ട് ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോട് കൂടിയിട്ട് ആ ഒരു H1 പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. ടീം ഈഗിൾ 6ാം സ്ഥാനത്ത് നിന്നും 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഗ്രൂപ്പ് സ്റ്റേജിന്റെ ഡേ 5 മത്സരങ്ങൾ ഇന്ന് വരുന്നുണ്ട്. ഇന്നൊരു നല്ലൊരു കംബാക്ക് നടത്തിക്കൊണ്ട് നമ്മളെ ടീം ഈഗിൾ ആ ഒരു ടോപ്പ് 3യിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് സ്കൈ സ്പോർട്സിന്റെയും ദ ഫൈനൽസ് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈഗിളിന്റെ POV ഈഗിൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്യാറുണ്ട്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ BGMA 2025ന്റെ റോഡ് മാപ്പിന്റെ ഫസ്റ്റ് ഹാഫ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ ഗ്ലോബലി സ്പോർട്സ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ്. ഗ്ലോബലി സ്പോർട്സ് അവരുടെ BGMA റോസ്റ്റേഴ്സിനെ ഇറക്കുന്നില്ല. അതായത് ഈ 2025 ഗ്ലോബലി സ്പോർട്സിന് BGMA റോസ്റ്റേഴ്സോ ടീമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റോഡ് മാപ്പ് ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ട് ഗ്ലോബലി സ്പോർട്സിന് തോന്നിയിട്ടില്ല. അവിടെ ഒരു പ്ലേയേഴ്സിനെയും സാലറിയും കാര്യങ്ങളും ബൂട്ട് ക്യാമ്പ് ഒക്കെ സെറ്റപ്പ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ഗ്ലോബലി സ്പോർട്സിന് കിട്ടില്ല എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഗ്ലോബലി സ്പോർട്സ് BGMA റോസ്റ്റേഴ്സിന് ഇനി എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു റോഡ് മാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അവർ ലൈനപ്പ് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് NRIയും LHSയും കണ്ടക്ട് ചെയ്യുന്ന കേരള കമ്മ്യൂണിറ്റി കപ്പ് 2024 ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കോമ്പറ്റീഷൻ ആയിരുന്നു നമുക്ക് ഈ ഒരു ഡേ 1ൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി പ്ലേയേഴ്സ് ആണെങ്കിലും T1 പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലായിരുന്നു നമ്മളെ മല്ലു പ്ലേയേഴ്സിന്റെ പെർഫോമൻസും ഉണ്ടായിരുന്നത്. നമുക്ക് 4 മാച്ചുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമ്മളുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. സെമി ഫൈനൽസിൽ ലാസ്റ്റ് 2 മാച്ചിൽ ആ ഒരു ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. ഇപ്പോൾ ഇതൊരു ഹാട്രിക് ചിക്കൻ ഡിന്നർ, ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് മാച്ചിൽ 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. കറക്റ്റ് സോണിൽ നല്ലൊരു പൊസിഷൻ പിടിക്കുകയും 4 പ്ലേയേഴ്സ് മലയവായിക്കൊണ്ട് ആ ഒരു ചിക്കൻ ഡിന്നർ ടീം പാബ്ലോയിൽ ലാസ്റ്റ് വിന്ററിനെയും തീർത്തുകൊണ്ടാണ് ടീം ജൂനിയർ 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. ഫൈസിയും ചിമ്പും 2 ഫിനിഷസുകൾ വീതം ടീമിനെ സ്വന്തമാക്കി. ടീം പാബ്ലോയുടെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 5 ഫിനിഷസുമായിട്ട്. വിന്റർ സോളോ 4 ഫിനിഷസ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2 മിറാമറിൽ ടീം കലിപ്സോടെ വക നമുക്ക് ആ ഒരു കലിപ്പ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. കലിപ്സോക്ക് വേണ്ടിയിട്ട് നമ്മളെ ആരോബോട്ട്സിൽ ആ ഒരു T1 കളിക്കുന്ന ആ ഒരു പ്ലേയേഴ്സാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നമ്മുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗും ഇവിടെ നല്ലൊരു കൺസിസ്റ്റൻസി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 4ാം സ്ഥാനത്തേക്ക് എത്തി 6 ഫിനിഷസുമായിട്ട്. ബീസ്റ്റ് അവിടെ 3 ഫിനിഷസ് സ്വന്തമാക്കി. മാച്ച് 3 സാൻഡോക്കിന്റെ എൻഡിങ് ഭയങ്കര വൈബ് എൻഡിങ് തന്നെയായിരുന്നു. സിഗ്നേച്ചർ വേഴ്സസ് ഫോറം വേഴ്സസ് ജൂനിയർ ഗെയിമിംഗ് ആ ഒരു ഫൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോറമിനെ തീർത്തുകൊണ്ട് സിഗ്നേച്ചർ സ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാണ് ചെയ്തത്. 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. ഡെനിസാണ് 5 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയത്. നമ്മുടെ ടഫൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഫോറമിൽ ആ ഒരു പ്ലേയേഴ്സ് T1 പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 13 ഫിനിഷസുമായിട്ട്. നമ്മുടെ ടീമുള്ള ജൂനിയർ ഗെയിമിങ് നല്ലൊരു സോൺ എൻട്രി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഇത് മുതലെടുക്കാനായിട്ട് ടീമിന് സാധിച്ചില്ല. തേർഡ് പൊസിഷനിലേക്ക് എത്തി. ഒരു ഫിനിഷ് ചിമ്പിന്റെ വകയായിരുന്നു ആ ഒരു ഫിനിഷും ഉണ്ടായിരുന്നത്. എന്നാൽ 4ാമത്തെ മാച്ചിൽ നമുക്ക് സിഗ്നേച്ചറിന്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. ഷോ ഗെയിമിംഗ് സോളോ 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. നമ്മുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് 13ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഒരു ഫിനിഷേഴ്സുമായിട്ട്. ബീസ്റ്റിന്റെ വകയായിരുന്നു ആ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നത്. അങ്ങനെ
ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ ടീം കലിപ്സോ ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട് 38 പോയിന്റുമായിട്ട്. സെക്കൻഡ് ടീം നെബുല നിൽക്കുന്നുണ്ട് 38 പോയിന്റായിട്ട്. തേർഡ് വൊമെക്സ് ഒഫീഷ്യൽസ്, നെബുലയും വൊമെക്സ് ഒഫീഷ്യൽസും ഒരു ചിക്കൻ പോലും ഇല്ലാതെയാണ് ആ ഒരു ടോപ്പ് 3യിൽ നിൽക്കുന്നത്. നല്ലൊരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. 35 പോയിന്റായിട്ട് വൊമെക്സ് ഒഫീഷ്യൽ തേർഡ് നിൽക്കുന്നുണ്ട്. 5ാം സ്ഥാനത്താണ് നമ്മളെ ടീമായ ജൂനിയർ ഗെയിമിംഗ് നിൽക്കുന്നത്. ഒരു ചിക്കൻ അടക്കം 33 പോയിന്റാണ്. ടൈറ്റ് കോമ്പറ്റീഷനാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ആഷ് 1 ടു ആഷ് 5 നോക്കുകയാണെങ്കിൽ വെറും 5 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഏത് ടീം എപ്പോൾ വേണമെങ്കിലും കംബാക്ക് അടിച്ചുകൊണ്ട് ആ ഒരു കപ്പ് സ്വന്തമാക്കാം. ഗ്രാൻഡ് ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ് വരുന്നത്. 4 മാച്ചുകളാണ് ഓരോ ടീമുകൾക്കും ഉള്ളത്. അപ്പോൾ ഓരോ മാച്ചുകളും ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മളെ ജൂനിയർ ഗെയിമിങ്ങിന്റെ ടീം ഫസ്റ്റ് 3 മാച്ചിൽ നല്ലൊരു കൺസിസ്റ്റന്റ് ആയിരുന്നു. ലാസ്റ്റ് മാച്ച് ജസ്റ്റ് ഒന്ന് പാളി. ആൻഡ് ഇന്ന് ആ ഒരു അഗ്രസീവ് ഡോമിനേഷനോട് കൂടിയിട്ട് തന്നെ ടീം നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു ചാമ്പ്യൻ പട്ടത്തിന് വേണ്ടിയിട്ട് തന്നെ ടീം മത്സരിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു കപ്പ്, കേരള കമ്മ്യൂണിറ്റി കപ്പ് അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ ബെസ്റ്റ് ലൈനപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ടീം ഏതായിരിക്കും എന്ന് നമുക്ക് എന്തായാലും ഇന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. NRI ഇ സ്പോർട്സ് ലൈവ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കും. രാത്രി 8 മണിക്ക് മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഒരു ചാമ്പ്യന്മാർ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.